ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ ജന്മമാസം നിങ്ങളുടെ സ്വഭാവം നിശ്ചയിക്കുമോ? ഒരുപാട് പേരുടെ ലൈഫിൽ റിപ്പീറ്റ് ആകുന്ന ചില പാറ്റേൺസ് ആക്ച്വലി അവരുടെ ബർത്ത് മന്തിനെ കണക്ട് ചെയ്യുന്നു. ഇന്ന് നിങ്ങളുടെ സ്വഭാവം, യുവർ ഹിഡൻ സ്ട്രെങ്ത്, വീക്ക്നെസ് എല്ലാം നമുക്ക് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യരുത്, ബിക്കോസ് ലാസ്റ്റിൽ ഞാൻ പറയുന്ന ഒരു പോയിന്റ് നിങ്ങളുടെ ജീവിതം ടോട്ടലി ആയി ചേഞ്ച് ചെയ്യും. സോ ലെറ്റ്സ് സ്റ്റാർട്ട്. ജനുവരി മാസത്തിൽ ജനിച്ച ആളുകൾ അവരൊരു അംബീഷ്യസ് ലീഡർ ആയിരിക്കും. ജനുവരിയിൽ ജനിച്ചവരുടെ ബിഗ്ഗസ്റ്റ് സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഡിസിപ്ലിൻ ഉള്ള ആളുകളായിരിക്കും. സക്സസ് ആവാൻ കുറച്ച് സമയമെടുത്താലും അവസാനം അവർ തന്നെയായിരിക്കും വിൻ ചെയ്യുന്നത്. അവരുടെ നെഗറ്റീവ് സൈഡ് എന്ന് പറയുന്നത് അവർ ചിലപ്പോൾ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരിക്കും. ഈ ഡിസിപ്ലിൻ ഉള്ള ആൾക്കാരായതുകൊണ്ട് തന്നെ പെട്ടെന്ന് ദേഷ്യം വരാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ചില സമയങ്ങളിൽ ടു സ്ട്രിക്റ്റ് ആയിരിക്കും. ഫെബ്രുവരി മാസത്തിൽ ജനിച്ച ആൾക്കാർ ഡീപ്പ് തിങ്കറാണ്. അതായത് ഫെബ്രുവരിയിൽ ജനിക്കുന്ന കുട്ടികൾ ഇമോഷണലി പ്ലസ് ക്രിയേറ്റീവ് മൈൻഡുള്ള കുട്ടികളാണെന്നാണ് പറയുന്നത്. ഈ മാസത്തിൽ ജനിച്ചവർ തിങ്ക് ചെയ്യുന്നത് ഡിഫറെൻ്റ് ആയിരിക്കും. അവർ വ്യത്യസ്ത രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അവർക്ക് അവരുടേതായ ഒരു സ്റ്റൈലുണ്ടായിരിക്കും. അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവരേനെ പറ്റിക്കാൻ എളുപ്പമായിരിക്കും. പീപ്പിൾ മിസ്അണ്ടർസ്റ്റാൻഡിങ് ദം ഈസിലി. മാർച്ചിൽ ജനിച്ചവർ ഭയങ്കര സൈലൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാവും. അവർ ഭയങ്കര കാം പേഴ്സണാണ്. പക്ഷേ അവരുടെ മനസ്സിൽ അല്ലെങ്കിൽ അവർ ഫുൾ പവറുള്ള ഒരു പേഴ്സൺ കൂടിയാണ് ഇവർ. ഇവർ ഭയങ്കരമായിട്ട് ഒബ്സർവ് ചെയ്യുന്ന ആൾക്കാരാണ്. ഒബ്സർവ് ഇൻ എവരിത്തിങ്. അവരെല്ലാം നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് മനസ്സിലാക്കാനുള്ള ഒരു കഴിവുണ്ട്. അതേപോലെ തന്നെ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഓവർ തിങ്കിങ് ആണ്. കൂടുതലായിട്ട് അവർ ചിന്തിച്ച് കൂട്ടും. എല്ലാത്തിനും ഇങ്ങനെ നിരീക്ഷിക്കുമ്പോൾ അതിൻ്റെ ഗുണങ്ങളും നെഗറ്റീവും എല്ലാം അവർ ഒബ്സർവ് ചെയ്ത് കണ്ടുപിടിക്കും. അതുകൊണ്ട് തന്നെ കൂടുതലായിട്ട് അമിതമായിട്ട് അത് ഓവർ തിങ്കിങ്ങിലേക്ക് മാറാറുമുണ്ട്. അടുത്തതായി ഏപ്രിൽ ജനിച്ചവരുടെ നോക്കാം. അവരുടെ ക്യാരക്ടർ എന്ന് പറയുന്നത് അവർ ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള പേഴ്സൺസ് ആണ്. അതുപോലെ തന്നെ ഭയങ്കര ബോൾഡുമാണ്. അവരേത് ടാസ്ക് ഏറ്റെടുക്കാനും റെഡി ആയിരിക്കും. റിസ്ക് ഒക്കെ എടുക്കാൻ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതുപോലെ തന്നെ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് അവർക്ക് പെട്ടെന്ന് ദേഷ്യം വരും. അതേപോലെ തന്നെ പെട്ടെന്ന് കൂളാവുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഏപ്രിൽ ജനിച്ചവരേനെ ഫയർ പേഴ്സണാലിറ്റി എന്നാണ് പറയുന്നത്. പെട്ടെന്ന് ദേഷ്യം വരികയും അതേപോലെ കൂളാവുകയും ചെയ്യുന്ന പേഴ്സൺസാണ്. എനർജറ്റിക്കും ബോൾഡൊക്കെ ആയിട്ടുള്ള ക്യാരക്ടറായിരിക്കും ഇവർക്കുണ്ടാകുന്നത്. അടുത്തത് മെയ് മാസത്തിൽ ജനിച്ചവരുടെ നോക്കാം. മെയ് മാസത്തിൽ ജനിച്ചവർക്ക് ബ്യൂട്ടി, കംഫർട്ട്, പീസ് എന്നിവയ്ക്ക് ഒരു സ്പെഷ്യൽ വാല്യൂ കൊടുക്കുന്ന ആൾക്കാരാണ്. ഇവരൊരു കാം, ലവിങ്, കെയറിങ് പേഴ്സണാലിറ്റി കൂടിയാണ്. പക്ഷേ ഇവരുടെ ഒരു വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇവർ ഇഷ്ടപ്പെടുന്ന ആൾക്കാരെ ഭയങ്കരമായി കെയർ ചെയ്യുകയും അതുപോലെ തന്നെ ഇഷ്ടമില്ലാത്തവരെ ഒന്ന് ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുകയും ചെയ്യുന്ന ആൾക്കാരാണ്. അവരുടെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. ഭയങ്കര സ്ട്രോങ് സെൽഫ് റെസ്പെക്റ്റ് ഉള്ള പേഴ്സൺസാണ് ഈ മെയ് മാസത്തിൽ ജനിച്ചവരെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ ഇവരുടെ വീക്ക്നെസ് എന്ന് പറഞ്ഞാൽ ഇവർ ഭയങ്കര സെൻസിറ്റീവാണ്. പെട്ടെന്ന് തന്നെ ഇവർക്ക് സങ്കടമൊക്കെ വരുന്ന ഒരു ടൈപ്പാണ്. അതുപോലെ തന്നെ ഇവരെ ആരെങ്കിലും ശ്രദ്ധിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞാൽ ഇവർ പെട്ടെന്ന് മറ്റുള്ളവരെ ഹേർട്ട് ചെയ്യാനും മടിക്കില്ല. ജൂൺ മാസത്തിൽ ജനിച്ച ആളുകൾ എന്ന് പറയുന്നത് ഭയങ്കര ഷാർപ്പ് മൈൻഡുള്ള പേഴ്സൺസ് ആയിരിക്കും. ഇവർ ജൂൺ ബേബീസ് ടോക്ക് വെൽ പ്ലസ് തിങ്ക് ഫാസ്റ്റ് എന്നാണ് പറയുന്നത്. അതായത് ഇവർ നന്നായിട്ട് സംസാരിക്കാൻ താല്പര്യമുള്ളവരായിരിക്കും. അതേപോലെ തന്നെ പെട്ടെന്ന് തീരുമാനങ്ങൾ എടുക്കുന്ന വ്യക്തികളായിരിക്കും. ഇവർ മൾട്ടി ടാസ്കിംഗ് ഒക്കെ കിങ്ങും ക്യൂൻസൊക്കെ ആയിരിക്കും. അവർക്ക് മൾട്ടിപ്പിൾ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തന്നെ ചെയ്ത് തീർക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ ഇവരുടെ ഒരു വീക്ക്നെസ് എന്ന് പറയുന്നത് മൈൻഡ് ചേഞ്ചസ് ക്വിക്ക്ലി. അവരുടെ മൈൻഡ് പെട്ടെന്നാവും ചേഞ്ച് ആവുക. പെട്ടെന്ന് ഫാസ്റ്റായി തിങ്ക് ചെയ്തിട്ടായിരിക്കും അവർ ഓരോ ടാസ്കുകളും ചെയ്യുന്നുണ്ടാവുക. ജൂലൈ മാസത്തിൽ ജനിച്ച ആളുകൾ ഭയങ്കര ഡീപ്പ് ഹേർട്ട് പേഴ്സൺസ് ആണ്. അവരുടെ ഹേർട്ട് എന്ന് പറയുന്നത് ഒരു ഗോൾഡൻ ഹേർട്ട് എന്നൊക്കെ പറയാം. അവർ ലവ് ചെയ്യുന്നത് സിൻസിയർലി ആയിരിക്കും. അവർക്കൊരു വിശാലമായ ഒരു മനസ്സൊക്കെ ഉള്ള പേഴ്സണാണ്. അതുപോലെ തന്നെ ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നതും ഇവരെ ആരെങ്കിലുമൊക്കെ ഹേർട്ട് ചെയ്താലും ഇവർ ഭയങ്കര സൈലൻ്റ് ആയിരിക്കും. അത് പെട്ടെന്ന് പ്രതികരിക്കുക അല്ലെങ്കിൽ അവർക്ക് നിറയെ വിഷമമുണ്ടെങ്കിൽ കൂടി അവർക്ക് പ്രതികരിക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. ഒരു ഗോൾഡൻ ഹേർട്ടൊക്കെ ഉള്ള ഒരു മനസ്ഥിതിയുള്ള ആളുകളാണ് ഇവർ. അടുത്തതായിട്ട് നോക്കാം നമുക്ക് ഓഗസ്റ്റ് മന്തിലെയാണ്. ഇവരൊരു നാച്ചുറൽ ലീഡറാണ്. ഓഗസ്റ്റിൽ ജനിച്ചവർക്ക് കമാൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നല്ല കോൺഫിഡൻസ് ഉള്ള പേഴ്സൺസ് ആയിരിക്കും. ഇവർ റെസ്പെക്റ്റ് ചെയ്യും മറ്റുള്ളവരെ. അതുപോലെ തന്നെ ആ റെസ്പെക്റ്റ് ഇവർക്ക് തിരിച്ചു കിട്ടുകയും ചെയ്യും. നല്ല ഒരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള വ്യക്തികളാണ് ഓഗസ്റ്റ് മാസത്തിൽ ജനിച്ചവർ. ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ചില സമയങ്ങളിൽ ഇവർക്ക് ഈഗോ വരുന്ന ഒരു ക്യാരക്ടർ കൂടിയും ഉണ്ട്. സെപ്റ്റംബർ മാസത്തിൽ ജനിച്ചവർക്ക് ഒരു പെർഫെക്ഷനിസ്റ്റ് ആണ്.
അവർ ചെയ്യുന്ന വർക്കുകളെല്ലാം ഭയങ്കര നീറ്റായിരിക്കും, അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് ചെയ്യും, ഭയങ്കര അക്യുറേറ്റ് ആയിട്ടൊക്കെയും ചെയ്യുന്നത്. അവർക്ക് അതുകൊണ്ട് തന്നെ അവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നതും ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ അവർക്ക് ഭയങ്കര ടെൻഷൻ വരും. അതുകൊണ്ട് തന്നെ അവർക്കൊരു മനസ്സിനൊരു സുഖം ഉണ്ടാവില്ല. മീൻസ് പെർഫെക്ഷൻ കൂടുതലായിട്ട് വേണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരുമ്പോൾ കൂടുതലും അവർക്ക് കൂടുതൽ ടെൻഷൻസ് എന്ന ക്യാരക്ടറാണ് ഉള്ളത്. ഒക്ടോബർ മാസത്തിൽ ജനിച്ചവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു ചാമറാണ്. അതായത് അവർ ഭയങ്കര സോഷ്യലി കണക്റ്റഡ് ആയിട്ടുള്ള പേഴ്സൺസ് ആയിരിക്കും. അട്രാക്റ്റീവ് ആയിട്ടൊക്കെ സംസാരിക്കാൻ അറിയും. അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് പെട്ടെന്ന് തന്നെ ഇഷ്ടപ്പെടാവുന്ന ഒരു ക്യാരക്ടറും കൂടിയായിരിക്കും ഇവർക്കുണ്ടാവുക. ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവർക്ക് തീരുമാനങ്ങൾ എടുക്കാൻ കൂടുതൽ ടൈം എടുക്കും. അവർക്ക് ഡിസിഷൻ പെട്ടെന്ന് എടുക്കാനൊന്നും പറ്റുന്നുണ്ടാവില്ല. അവർക്ക് അത്യാവശ്യം നന്നായിട്ട് ആലോചിച്ച് ഒരു ഡിസിഷൻ എടുക്കണമെങ്കിൽ അവർ കൂടുതൽ സമയം ആലോചിച്ചിട്ടൊക്കെയാണ് ഇവർ ഡിസിഷൻ എടുക്കുകയുള്ളൂ. നവംബറിൽ ജനിച്ചവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു മൈസ്ട്രിയാണ്. ദേ ഡോണ്ട് ഷോ എവരിത്തിങ്. അവരൊരു സ്ട്രോങ് മൈൻഡുള്ള പേഴ്സൺസാണ്. അതുപോലെ തന്നെ ഭയങ്കര ഡീപ്പായിട്ടുള്ള ഇമോഷൻസ് ഒക്കെ ഉള്ള വ്യക്തികളാണ്. ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവർക്ക് ട്രസ്റ്റ് ഇഷ്യൂ നല്ലോണം. ഇവർ പെട്ടെന്നൊന്നും ഒരാളെ വിശ്വസിക്കില്ല. അവർ നന്നായിട്ട് ഒബ്സർവ് ചെയ്ത് ട്രസ്റ്റ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ഒന്ന് ചിന്തിച്ചിട്ടൊക്കെ ആയിരിക്കും ഓരോരുത്തരുടെയും കമ്മ്യൂണിക്കേറ്റ് ഒക്കെ ചെയ്യുന്നുണ്ടാവുക. ഡിസംബറിൽ ജനിച്ചവരുടെ പേഴ്സണാലിറ്റി എന്ന് പറയുന്നത് ഒരു അഡ്വഞ്ചറസ് സ്പിരിറ്റ്സ് ഉള്ള പേഴ്സൺസാണ്. ഇവർ ഫ്രീഡം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന വ്യക്തികളാണ്. ഇവർ മറ്റുള്ളവർക്ക് ഹാപ്പിനെസ് സ്പ്രെഡ് ചെയ്യുന്ന കൂട്ടത്തിലാണ്. അവരുടെ ലൈഫ് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി കൂടിയാണ് ഇവർക്കുള്ളത്. ഇവരുടെ വീക്ക്നെസ് എന്ന് പറയുന്നത് ഇവർ ചില സമയങ്ങളിൽ ഭയങ്കരമായിട്ട് കെയർലെസ് ആവുകയും ചെയ്യും. ഓരോ മന്തിനും അതിൻ്റേതായ എനർജി ഉണ്ട്. ഓരോരുത്തരും ജനിച്ച മാസത്തിൻ്റെ എനർജി ഡിഫറെൻ്റ് ആയിരിക്കും. പക്ഷേ നിങ്ങളുടെ ജീവിതം മാറ്റുന്നത് മാസമല്ല, നിങ്ങളുടെ ഡെയിലി എടുക്കുന്ന ചെറിയ ചെറിയ തീരുമാനങ്ങളാണ്. സ്ട്രെങ്ത് എവിടെയാണ് മനസ്സിലാക്കിയാൽ നിങ്ങൾക്ക് ശക്തനാകാൻ സാധിക്കും. അതുപോലെ നിങ്ങളുടെ വീക്ക്നെസ് എവിടെയാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് മാറ്റി വളരാൻ ശ്രമിക്കുക. സ്വന്തം സ്വഭാവം മനസ്സിലാക്കുന്നവനാണ് സ്വന്തം ഭാവി ശരിയായി നിർമ്മിക്കാൻ കഴിയുന്നത്. സോ നിങ്ങളുടെ മന്ത് എന്തായാലും നിങ്ങളുടെ ഫ്യൂച്ചർ നിങ്ങളുടെ കയ്യിലാണ്. അത് റീറൈറ്റ് ചെയ്യാനുള്ള പവറും നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങളുടെ സ്വഭാവവുമായി ബന്ധപ്പെട്ട സിമിലാരിറ്റി ഉണ്ടോ ഡിസിമിലർ ആണോ എന്നൊക്കെ നിങ്ങൾ താഴെ വന്ന് കമൻറ്റ് ചെയ്യൂ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ ഇഷ്ടപ്പെട്ട വ്യക്തികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കൂ. കൂടുതൽ വീഡിയോസിന് വേണ്ടി ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. താങ്ക്സ് ഫോർ വാച്ചിങ്.